നമ്മളിപ്പോൾ CC ക്യാമറയുടെ മെയിൻ DVR ഒക്കെ വെക്കുന്നുണ്ടല്ലോ. DVRൻ്റെ അവിടെ നമ്മൾ TV-യിലേക്ക് സപ്ലൈ കൊടുക്കുന്നുണ്ടാവും, നമ്മൾ TV-യിൽ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ വയർ വലിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിച്ചൺ യൂണിറ്റിൻ്റെ അവിടെ TV മോണിറ്റർ വെക്കുന്നുണ്ട്. അപ്പോൾ കിച്ചണിലാണല്ലോ എപ്പോഴും സ്ത്രീകളെപ്പോഴും ഉണ്ടാവുക. അപ്പോൾ അവർക്ക് കിച്ചൺ ക്യാബിനറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് വരുന്നതും പോകുന്നതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഇവിടെ അതിൻ്റെ പൈപ്പ് അടിച്ച് കൊടുക്കുന്നു കേട്ടോ. ഇത് മോണിറ്ററിൻ്റെ അവിടെ കറക്റ്റായിട്ട് വരും, അവിടെ പ്ലഗും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതായി 1 ഇഞ്ച് പൈപ്പ് കൂടി ഈ കാണുന്ന 2 UG കേബിളിൻ്റെ Cat 6 വയറാണ് ഇട്ടുന്നത് കേട്ടോ. അത് രണ്ടെണ്ണം എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മൗസിനും ഒന്ന് അതേപോലെ തന്നെ അതിൻ്റെ ഡിസ്പ്ലേക്ക് വരുന്നതാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അങ്ങനെ 2 Cat 6ൻ്റെ വയറാണ് നമ്മൾ മോണിറ്റർക്ക് ഇടുന്നത് കേട്ടോ. ഇത് UG വരുന്നത്, ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, UGയുടെ ആർമേഡ് കേബിളാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ള കേബിളാണ്. ഇത് നമ്മൾ പൈപ്പ് മുഖാൻ തന്നെ ഉള്ളിൽ കൂടി ഇടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കേബിൾ ഇട്ട് കഴിഞ്ഞാൽ CC ക്യാമറയുടെ ഫുള്ള് കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞു കേട്ടോ. കാരണം പുറത്തേക്ക് വരുന്ന 3 ക്യാമറയുടെയും ഈ ഓട്ടോമേഷൻ ഗേറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ ഇട്ട് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏകദേശം 405 മീറ്റർ നമുക്കിവിടെ ടോട്ടലി CC ക്യാമറയുടെ വയർ ടോട്ടലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ അടിച്ചിട്ട് കയറ്റണം. ഇവിടെ നമ്മൾ എക്സ്പെൻഡ് ആക്കിയിട്ട് നേരെ ഈ കാണുന്ന 1 ഇഞ്ച് കൂടി അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പുറത്തേക്ക് ഉള്ളിലേക്ക് കയറ്റി വിടും കേട്ടോ. ഇത് നേരെ പോകുന്നത് നമ്മൾ മെയിൻ DVR വെക്കുന്നിടത്താണ് കേട്ടോ. അതായത് CC ക്യാമറയുടെ കംപ്ലീറ്റ് കേബിൾ വരുന്ന ഭാഗത്തേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ CC ക്യാമറയുടെ കേബിൾ ഉണ്ടോ അങ്ങനെ പുറത്തേക്ക് ഇട്ട് കണ്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ യൂണിറ്റ് കേബിൾ. ഇത് നമുക്ക് ബാക്കിയുള്ള അവിടെ ഇടാൻ കേട്ടോ, അവിടെ കുത്തുന്നുണ്ടോ. നമ്മൾ ആ ഡ്രം വഴിയാണ് ഈ കേബിൾ വന്നു കേട്ടോ. രണ്ടാമത് എക്സ്ട്രാ എടുത്താണ്. ഇതാണ് നമ്മൾ ആ CC ക്യാമറയുടെ കംപ്ലീറ്റ് കേബിളുകളൊക്കെ ഇവിടെ എത്തും കേട്ടോ. ഇനി ഇവിടുന്ന് 2 പൈപ്പ് കൂടി കയറാണ്ട് ഇവിടെയാണ് സിൻഡെക്സ് ബോക്സ് വെച്ച് കൺസിൽ ചെയ്ത് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് ആയിരുന്നു കേട്ടോ. ഇത് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് TV-ൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് കേട്ടോ. ഇത് കാണുന്ന കേബിളൊക്കെ അതിൽ കയറി പോകും കേട്ടോ. അപ്പോൾ ഇത് കയറ്റി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ കാണിക്കാം. ലഭ്യേ